ഇപ്പോൾ ഞങ്ങളുള്ളത് ഹോളണ്ട് എന്ന് പറയും. ഹോളണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ലാൻഡ് എന്നാണ് പണ്ട് അർത്ഥം ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ കംപ്ലീറ്റ് വുഡായിരുന്നു, മരങ്ങളായിരുന്നു. ഈ മരങ്ങൾ ഒരു കാലത്ത് കത്തി നശിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ലാൻഡാണ്, അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സാണ് ഇതെല്ലാം കാണുന്നത്. ഈ ബിൽഡിങ്സ് തന്നെ ഒരു പ്രത്യേക ആർക്കിടെക്റ്റാണ്. ഹോളണ്ട് ഇപ്പം നെതർലാൻഡിൻ്റെ ആംസ്റ്റർഡാമാണ്, ഇതൊരു ക്യാപിറ്റൽ സിറ്റിയിലാണ് ഞങ്ങളുള്ളത്. ആംസ്റ്റർഡാമാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അത് നെതർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇത് വേൾഡ് മെമ്മോറിയലാണ് അതിൻ്റെ കാണുന്നത്. വേൾഡ് മെമ്മോറിയൽ ഇവിടുത്തെ പട്ടാളക്കാരെ കൊന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടുത്തെ രാജാവ് എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് അവരെ എന്താ പറയുക ഓർമ്മയായിട്ട് അവർക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുഷ്പങ്ങൾ അർപ്പിക്കുകയായിരുന്നു. അതേപോലെ തന്നെ രാജാവിൻ്റെ കൊട്ടാരമാണ് ഈ ഭാഗത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മോനും ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ഈ ഹോളണ്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകാതെ ഇന്ന് ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് ഇതൊരു പ്രധാന കച്ചവട സെൻറ്റേഴ്സ് ആയിരുന്നു. കാരണം ഭാരതമായിട്ട് ഇവിടെ സ്പൈസസ് ബിസിനസ് ആയിരുന്നു കൂടുതൽ. ഈ സ്പൈസസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകമായിട്ടുള്ളൊരു പോർട്ടുണ്ട്. ആ പോർട്ട് സിറ്റി തന്നെയാണ്. പക്ഷേ ഈ പോർട്ട് സമുദ്രമായിട്ട് ബന്ധപ്പെട്ടതിന് അത് നമുക്കൊരു എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ആ നദിയുടെ ഒരു കൈവഴിയിൽ വന്ന് കൂട്ടിമുട്ടുന്നത് ഇവിടെ സമുദ്രത്തിലാണ്. അപ്പോൾ സമുദ്രം വഴി ഇവിടെ ധാരാളം ഒരു പോർട്ടിൽ ഇഷ്ടം പോലെ കപ്പലുകൾ വരുന്നുണ്ട്. അപ്പോൾ കച്ചവടം നടത്തുന്ന ഒരു സെൻറ്ററായിട്ട് മാറിയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഈ ആംസ്റ്റർഡാം ഇപ്പോൾ വേൾഡ് ഫേമസ് ആണ്. ഇവിടെ വരുന്ന യൂറോപ്പിലെ ഏറ്റവും ഒരു വലിയൊരു കച്ചവട കേന്ദ്രമായിട്ട് ഈ ആംസ്റ്റർഡാം മാറിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ സമയത്ത് ഇവിടെ വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥയാണ്. ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ്റെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ളൊരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പാദ്യം അദ്ദേഹത്തിനുണ്ട്. എത്രയോ തലമുറകൾ ഇത് ജീവിച്ചാലും അത്രയ്ക്ക് സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ഈ സമ്പാദ്യം കൂട്ടണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അത് നമുക്ക് രാത്രിയും പകലും കൂടെ പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എളുപ്പ വഴിയൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയായിട്ട് പോകുന്ന സമയത്ത് ഒരു ഗന്ധർവൻ അവരുടെ മുമ്പിൽ വരികയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, ഞാനത് സാധിച്ചു തരാം എന്ന് ആ ഗന്ധർവൻ അവരോട് പറയുകയാണ്. അപ്പോൾ ആ ഗന്ധർവൻ പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഉള്ളൂ, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് വരുന്നേ ഉള്ളൂ, നമുക്ക് ഇപ്പോഴത്തെ സമ്പാദ്യം കൂട്ടണം, അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഭാര്യ ആളുടെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇപ്പോൾ ആകെയുള്ള 2 കൈയും 1 തലയുമാണുള്ളത്. ഇത് ഒരു 3-4 തലയാക്കുക, അതേപോലെ അതിനനുസരിച്ചിട്ട് കയ്യുകളും വലുതാക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ പണിയെടുക്കാൻ സാധിക്കും, ഇദ്ദേഹത്തിന് കൂടുതൽ ചിന്തിക്കാൻ സാധിക്കും, കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ ആഗ്രഹം മൂത്ത് ഭാര്യ ഒരു സജഷൻ പറഞ്ഞതാണ് ഈ അദ്ദേഹത്തിന് 4 തലയും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള കൈകളും വരാനായിട്ട്. അപ്പോൾ 4 തലയ്ക്ക് വരുന്നത് 2 കൈ വെച്ചിട്ട് 4-8 കൈകളും വന്നു. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു രൂപമായിട്ട് അദ്ദേഹത്തിൻ്റെ മാറി. അപ്പോൾ അദ്ദേഹം ഈ ബുദ്ധി വെച്ചിട്ട്, ഈ തലകൾ വെച്ചിട്ട്, ഈ കൈകൾ വെച്ചിട്ട് കൂടുതൽ പണിയെടുക്കും, കൂടുതൽ സമ്പാദിക്കും എന്നൊരു ആഗ്രഹമായിരുന്നു അവരുടെ. പക്ഷേ എന്താ സംഭവിച്ചത്? അദ്ദേഹം റോഡിലൂടെ നടക്കുന്ന ആൾക്കാർ വിചിത്രമായിട്ട് അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയത് ഈ ഒരു മനുഷ്യനല്ലല്ലോ ഇദ്ദേഹം, ഒരു വിചിത്രമായിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് കാണുന്ന സമയത്ത് അവർക്കൊരു വേറൊരു ലോകത്തുള്ള ജീവിയായിട്ട് അവർക്ക് തോന്നി. അവർ കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. കല്ലുകൾ വലിച്ചെറിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് കുറേ പരിക്ക് പറ്റു. ഭാര്യ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി ഇവർ എവിടെ പോയാലും ആളുകൾക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ. കാരണം ഈ നാടിന് തന്നെ ഒരു ശാപമുള്ള ഒരു രൂപമാണ്, ഒരു രാക്ഷസ രൂപമാണെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഗന്ധർവൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് ദോഷമായിട്ട് മാറി, ഇവർ വിചിത്രമായ രൂപമായി മാറി. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതുപോലെയാണ്. നമുക്ക് ആഗ്രഹങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ രൂപവും മാറി വരുന്നു, നമ്മുടെ പ്രവൃത്തിയും മാറുന്നു, നമ്മളല്ലാത്ത ജീവിതം നിലവാരത്തിലേക്ക് മാറുന്നു. അന്ന് ഇയാൾക്ക് 4 തലയുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ വിചിത്രമായിട്ടുള്ള രൂപങ്ങളാണ്. നമ്മൾ പല രീതിയിലുള്ള ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് മാറുന്നുണ്ട്, പ്രവൃത്തി മാറുന്നുണ്ട്, സ്വഭാവം മാറുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് പല വ്യത്യാസങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഇത്രയും വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട, ഇത്രയും വലിയ ദുരാഗ്രഹങ്ങൾ വേണ്ട. സാമാന്യമായിട്ടുള്ള മനുഷ്യനെ യോജിച്ച രീതിയിൽ ജീവിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം. അതുകൊണ്ട് മാത്രമേ ഈ ലോകത്ത് നമുക്ക് നല്ല രീതിയിൽ
ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആംസ്റ്റർഡാം എന്ന നെതർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. മനോഹരമായ ബിൽഡിങ്സ് ഉള്ള വളരെയധികം ആർക്കിടെക്റ്റുള്ള ഒരു സ്ഥലമാണത്. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് എല്ലാ ദിവസവും വന്ന് സന്ദർശിച്ച് പോകുന്ന ഒരു